വെൽക്കം ടു ആസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് അഭിലാഷം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ്, താൻവി റാം, അർജുൻ അശോകൻ, ബിനി പപ്പു, ഷൈൻഡോ ജാക്കോ ആസ്കേമിയോ, നെംന ഫത്തൂമി, വാസുദേവ്, സജീവ് മാരാർ എന്നിവരാണ്. പടം ഡയറക്റ്റ് ഷംസു സൈബ പറഞ്ഞ മാറിപ്പോണ്ട്, പേര് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫി ബൈ ഷംസദ് മാറിപ്പോണാണ് സജദ് കാക്കു. എഡിറ്റഡ് ബൈ നിംസ്. മ്യൂസിക് ബൈ ശ്രീഹരി കെ നായർ. യെസ്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ സരിക. ഇത്ര എനിക്ക് അറിയാവുന്ന ഡേറ്റ പടത്തിനെക്കുറിച്ച്. ഇടയ്ക്കൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക പ്ലീസ്. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ, ഒരു ഹാർട്ട് എന്താ തന്നെ പറയാന്ന് വെച്ചാൽ ഒരു അടിപൊളി ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ 100% ഞാൻ പറയും. അത്രയ്ക്കും നല്ല സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെയും വല്ല ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ അർജുൻ അശോകൻ്റെ മീൻസ് 1-2 സീനിലേ ഉള്ളൂ. എന്നാലും അത് 1-2 സീനെടുത്ത് മാറ്റായിരുന്നു. വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പാട്ട് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ ഏറ്റവും ഹൈ പോസിറ്റീവാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കൽബിന കമ്മി എന്നുള്ള പാട്ടാണ്. ആ പാട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം എനിക്ക് കണ്ണറിഞ്ഞു പോയി. അങ്ങനത്തെ അത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങളൊന്ന് പറയുക. പിന്നെ ബാക്കിയുള്ള മ്യൂസിക് ആൻഡ് BGM വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഹൈലൈറ്റഡ് പോസിറ്റീവായിട്ട് തോന്നിയ എനിക്ക് തോന്നിയത് ഹൈലൈറ്റഡ് പോസിറ്റീവായിട്ട് തോന്നിയത് ഈ പാട്ടാണ്, കൽബിന കമ്മി എന്നുള്ള പാട്ടാണ്. പിന്നെ സൈജു കുറുപ്പിൻ്റെ ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആകെ കണ്ടിരിക്കുന്ന മയൂരം എന്ന് പറയുന്ന സിനിമയും അതിലായിരുന്നു മറ്റേ മമത മോഹൻദാസിൻ്റെയും ഫസ്റ്റ് പടം അതായിരുന്നു, സൈജു കുറുപ്പിൻ്റെ അതേ തന്നെയായിരുന്നു. പിന്നെ ജുബിലി എന്ന സിനിമയാണ് ഇത്. ജുബിലി എന്ന സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. മയൂരം എന്ന സിനിമ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇത് രണ്ട് മാത്രമാണ് ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ നായകനായിട്ട് അഭിനയിച്ച പടങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഈ ഒരു സിനിമ കാണുന്നത് അങ്ങനെ നായകനായിട്ട് വന്നെങ്കിൽ. അപ്പം അതിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. തൊട്ട് അവസാനം വരെ ഞാൻ പറഞ്ഞില്ല. തൊട്ട് അവസാനം വരെ മറ്റേ അർജുൻ അശോകൻ്റെ 2 സീൻ എന്തോ ഉണ്ട്, അത് 2 സീൻ എടുത്ത് മാറ്റായിരുന്നു. മീൻസ് അത് വെർപ്പിക്കൽ സീൻസാണ്. ബാക്കി എല്ലാ സീൻസിലും അങ്ങനെ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പേട്ടനാണ്. സൈജു കുറുപ്പാണെങ്കിലും താൻവി റാം ആണെങ്കിലും താൻവി റാമിനെ മറ്റേ 2018 സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു പടത്തിൽ. അപ്പോൾ ഇറ്റ്സ് എ കംബാക്ക് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ ബിംബപ്പു അറിയാമല്ലോ, തൊട്ടായിരത്തിലും വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നെ ഒരുപാട് പടങ്ങളിൽ അങ്ങനെ കോമഡിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സീരിയസ് റോളാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നെംന ഫത്തൂമി വാസുദേവ്, സജീവ് മാരാർ ഇവർ രണ്ടുപേരും പുതുമുഖമാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞോടാ. ഇവരുടെ റോൾ എന്താണെന്ന് വെച്ചാൽ താൻവി റാമിൻ്റെ മീൻസ് എന്താ പറയുക, ചെറുപ്പക്കാലം ക്യാരക്ടറാണ് നെംന ഫത്തൂമി എന്ന് പറഞ്ഞ ആൾ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് വേറെ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോടാ. പിന്നെ സൈജു കുറുപ്പിൻ്റെ ചെറുപ്പക്കാലമാണ് വാസുദേവ് സജീവ് മാരാർ എന്ന് പറയുന്ന ആൾ ചെയ്തിരിക്കുന്നത്. അവനും പുതുമുഖമാണെന്ന് തോന്നുന്നു, ആയിട്ടുണ്ട്. പിന്നെ ഷൈൻഡോ ജാക്കോവിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അത് എന്തിനാണ് ഈ സിനിമയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യമില്ലെന്ന് തോന്നി. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയാൻ മറന്നുപോയതാണ്, സോറി. അതൊരു ലാഗായിരുന്നു, ആ സാധനം എടുത്ത് മാറ്റിയത്. വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ സിനിമ ടോട്ടൽ 1 മണിക്കൂർ 53 മിനിറ്റ് 35 സെക്കൻഡാണ് സിനിമയിലുള്ളത്. ഞാൻ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കണ്ടത്. എനിക്ക് എന്തായാലും ഈ സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഷംസു
ഷംസു സൈബ, എനിക്ക് അയാളുടെ പേര് പറഞ്ഞിട്ട് കിട്ടണമല്ല, സോറി. ഇനിയും നിങ്ങൾ ഇതേപോലത്തെ വർക്ക്സ് അത്യാവശ്യം ചെയ്യുക. പിന്നെ സൈജു കുറുപ്പിനോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് മുമ്പ് അഭിനയിച്ച പടങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് മയൂരവും ജുബിലിയുമാണ്. ജുബിലി എന്ന സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ മയൂരം എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇനിയും അതേപോലത്തെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ പടങ്ങൾ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുക. ജുബിലി പോലത്തെ പടമൊന്നും ചെയ്യാൻ നിൽക്കില്ല പ്ലീസ്. ആൾക്കാർ കയറി തല്ല്, അത്ര ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എജുഗർപ്പ് ഫാൻസ് കയറി തല്ല്, അത്ര ഉണ്ടാവുള്ളൂ. എന്തിലോട്ട് പിന്നെ വേറൊന്നും പറയാനില്ലേ, അത്യാവശ്യം നല്ല പടം. പിന്നെ ശ്രീഹരിഹര നായർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ മണിയറയിൽ അശോകൻ സിനിമ ഉണ്ട്, അതിൻ്റെ ഇതാണ്, മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ സജീദ് കാക്കു, അതിനാരും നിംസിന് മുമ്പ് ഏതൊക്കെ പടത്തിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോടാ. പക്ഷെ സജീദ് കാക്കുവും ആണെന്ന് തോന്നുന്നു. അതെ, സജീദ് കാക്കു ആണ് മണിയറയിൽ അശോകൻ്റെ സിനിമാറ്റോഗ്രാഫർ. അതുമാതിരി ഇതിലും മര്യാദയ്ക്ക് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്, അതൊരു പോസിറ്റീവാണ്. പിന്നെ എഡിറ്റിങ് അത്യാവശ്യം നൈസായിരുന്നു, ഇത്ര നേരമൊന്നും മതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാർ, മറ്റേ ഷൈൻ ടോം ചാക്കോൻ്റെ സീനും പിന്നെ അർജുന അശോകൻ ടോട്ടൽ 6-5 സീനിലെന്തോ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 സീനെടുത്ത് മാറ്റായിരുന്നു, വെർപ്പിക്കൽ സീൻസാണ്, അതുകൊണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റായിരുന്നു. വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തായാലും ഒരുപാട് നാളെ ശേഷം ഒരു ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറി അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളതെന്ന് ഞാൻ കണ്ടു, മീൻസ് ആഫ്റ്റർ കൽബ്. എന്തായാലും ഐ ആം വെരി ഹാപ്പി ഫോർ വാച്ചിങ് ദിസ് മൂവി ആൻഡ് ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് മൂവി ഫോർ ഓൾ ഓഫ് us. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ ഡിപ്ലോമാറ്റിൻ്റെ റിവ്യൂ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക മാക്സിമം. ഇല്ലെങ്കിൽ ആ റിവ്യൂ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കണ്ടോക്കാം, അത്രേ ഞാൻ പറയുള്ളൂ. എന്തായാലും ഞാൻ തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.